ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നൂറാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു സ്റ്റിച്ചിങ് ടിപ്സുമായിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചേക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും മുഴുവനായിട്ട് കാണണം കേട്ടോ. അപ്പോൾ ഇത് ഒരു ഫീഡിങ് കുർത്തിയുടെ സിബിൻ്റെ ഭാഗമാണ്. ഇതിപ്പോൾ എനിക്ക് തയ്ക്കാൻ തന്നപ്പോഴത്തേനും അവർ ഒരു ഇടലൊക്കെ കഴുകി കഴിഞ്ഞിട്ടുള്ള അവസ്ഥയിലാണ് എനിക്ക് തന്നത്. അപ്പോൾ റെസ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തന്നേക്കുന്നത്. ആ സമയമായപ്പോഴത്തേനും ഒരു കഴുകൽ കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ നൂലൊക്കെ ഇഴന്ന് ഇതുപോലെ ആയി. സിബിൻ്റെ അടുത്ത് സിബിൻ്റെ സ്റ്റിച്ച് കറക്റ്റ് ഇനി ഇടാൻ പാകത്തിന് മാത്രമായിട്ട് നിൽക്കണം കേട്ടോ, പല ഭാഗത്തും. അപ്പോൾ നമുക്ക് ഇതുമ്പോൾ ഇപ്പോൾ ഈ സമയത്ത് നമുക്കിതുമ്പോൾ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. ആ സമയം കഴുകണേക്ക് മുമ്പൊക്കെ ആണെങ്കിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് ഈ അരിയത്തു കൂടെ സ്റ്റിച്ച് ചെയ്യാം. അത് കഴിഞ്ഞ് സിബിനോട് ചേർത്ത് നീക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൂടിയും ചെയ്ത് കഴിഞ്ഞാൽ ഒരുമാതിരിയൊക്കെ പിടിച്ചെടുക്കും ആ സമയത്ത്. അഥവാ നമ്മൾ റെഡിമെയ്ഡ് അല്ല തയ്ക്കുന്നതെങ്കിൽ നമുക്ക് നല്ലോണം തയ്യൽ തുമ്പൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും, നമ്മുടെ സ്വന്തം തയ്ക്കണമെന്നുണ്ട്. റെഡിമെയ്ഡ് മേടിക്കുമ്പോൾ നമുക്കിപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഇത് ഇടണേക്കും മുമ്പ് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കണം. അപ്പോൾ സിബിൻ്റെ അടുത്ത് കൂടെ വൺ സൈഡ് പ്രഷർ ഫുട്ട് ഇട്ടത് ഇൻവിസിബിൾ സിബാണ്. വൺ സൈഡ് പ്രഷർ ഫുട്ട് ഇട്ട് തന്നെ ഇത് ഒരു സൈഡ് അടിക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി നീക്കി ആ സിബ് നീങ്ങിയിരിക്കണ തുമ്പില്ലേ, അതും മറ്റേ തുണിയുടെ തുമ്പും കൂടി നീക്കി ഒരു സ്റ്റിച്ചും കൂടി ചെയ്യണം. അങ്ങനെ 2 സ്റ്റിച്ച് അതവിടെ അങ്ങനെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ പുറംകാണി പോലെ ഒരു 1/4 ഇഞ്ച് അകത്തിയിട്ട് അതും ഒന്നും കൂടി അടിക്കണം. ഇതല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ റെഡിമെയ്ഡൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അളവിൽ ഇത് ഷേപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ സിബിൻ്റെ ഭാഗത്തായിരിക്കും കൂടുതൽ വലിച്ചിൽ തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. ഇതിപ്പോൾ ഞാൻ ഒരു 1/4 ഇഞ്ച് അപ്പുറത്തും ഇപ്പുറത്തും നീക്കിയിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ പിടുത്തവും കൂടി അവിടെ കിട്ടും. അപ്പോൾ സിബിന് കുറച്ചുകൂടി ലൈഫ് കിട്ടും. അതുപോലെ തന്നെ വേറെ ഇതിപ്പോൾ ഒരു ഷിഫോണിൻ്റെ മെറ്റീരിയൽ വെച്ച് തയ്ച്ച കുർത്തിയാണ്. അതിൻ്റെ ലൈനിങ് ഇങ്ങനത്തെ ഒരു പീസ് വെച്ചാണ് കേട്ടോ, പോളിസ്റ്റർ കൂടിയൊരു ലൈനിങ്ങാണ്. രണ്ടും നല്ലോണം തുണി എഴുന്നു പോകുന്ന സാധനങ്ങൾ. ഇതിപ്പോൾ ഞാൻ ലോക്ക് ചെയ്തേക്കണ എനിക്ക് തന്നപ്പോൾ നൂലൊക്കെ നല്ലോണം എഴുന്നു പോയി, ഒട്ടും തയ്യൽ തുമ്പില്ലാത്ത രീതിയിലാണ് കിട്ടിയത്. ഞാൻ എന്നിട്ട് തയ്യൽ തുമ്പിട്ട് അടിച്ചിട്ട് ഒന്ന് ലോക്ക് ചെയ്തെടുത്ത്. അപ്പോൾ ഇങ്ങനെ ലോക്ക് ചെയ്യുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്ലീവിൻ്റെ അറ്റത്തേക്കൊന്നും അങ്ങോട്ട് എത്തി നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതങ്ങോട്ട് കയറ്റി വെച്ച് അടിക്കാൻ നമുക്ക് പറ്റില്ല. ഇത്രയൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ടേ നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ ഇങ്ങനെ ഒരു പോരായ്മ. പിന്നെ അതേ ഈ ഷോൾഡർ സൈഡിൽ ലോക്ക് ചെയ്തിട്ടില്ല. അത് ഇവിടെ ഒരു അടി അടിച്ചിട്ട് പിന്നെ അതിൻ്റെ അരികത്ത് കൂടെ ഒരു അടി അടിച്ചിട്ടുണ്ട്. എന്നിട്ട് നൂല് ഇതുപോലെ വിട്ടുപോകും. അവിടെയും ലോക്ക് ചെയ്തെടുക്കണം. അങ്ങനെ എല്ലായിടത്തും നമ്മൾ ലോക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ സ്റ്റിച്ച് ചെയ്യാണ്ടിരുന്നത്. ഇതിപ്പോൾ രണ്ടും നല്ലോണം എഴുന്നു പോണ തുണികളാണ്. ഇതേപോലെ തന്നെ അടിയിൽ ഫ്രില്ലുള്ള കുർത്തിയാണ്. അവിടെയാണെങ്കിൽ ലൈനിങ് കൂടി ഇല്ല, അപ്പോൾ പെട്ടെന്ന് എഴുന്നു പോകും. എന്നിട്ട് ഞാനത് 2 തുമ്പും കൂടി ഒന്നുകൂടി കയറ്റി വെച്ച് അടിച്ചിട്ട് ലോക്ക് ചെയ്തു. അതിന് ശേഷം മുകളിൽ ഒരു പുറംകാണിയും കൂടിയും കൊടുക്കണം കേട്ടോ. ഇത് ഞാൻ പുറംകാണി കൊടുത്തിട്ടില്ല. സ്റ്റിച്ച് ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറംകാണിയും കൂടി അടിക്കും. അപ്പോൾ ആ പുറംകാണിയും കൂടിയും വരുമ്പോൾ അത് കുറച്ചും കൂടി ലൈഫ് കിട്ടും അതിന്. ഇതങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ നൂല് എഴുന്നെഴുന്ന് പോയി അവിടെ ഇവിടെയൊക്കെ സ്റ്റിച്ച് വിടണതല്ല, തുണി എഴുന്ന് പോയി അവിടെയൊക്കെ ഹോള് വന്ന് നമുക്ക് പുറത്തിടാൻ പറ്റാത്ത രീതിയിലായി ആകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. റെഡിമെയ്ഡിന് ഡ്രസ്സിൽ വന്ന അപാകതകളാണ് ഇതൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ തന്നെ ഇത് നമ്മൾ തന്നെ ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം. അതല്ല നമ്മൾ സ്റ്റിച്ചിങ്ങിനൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മളത് വ്യക്തമായിട്ട് പറഞ്ഞ് തന്നെ ചെയ്യിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒരു സ്റ്റിച്ച് അടിച്ചവർ നമുക്ക് ഇങ്ങോട്ട് തരുള്ളൂ. ഇതിപ്പോൾ ഒരു റയോൺ ടോപ്പാണ്. ഇതിൻ്റെ അരികത്ത് നൂല് ഇതുപോലെ ഇത് നേരെയുള്ള വശമായതുകൊണ്ടാണ് ഇങ്ങനെ നൂല്. ഇത് വല്ല കൈക്കുഴിയുടെ ഒക്കെ ഭാഗമാണെന്നുണ്ടെങ്കിൽ വേഗം അതിൻ്റെ പല സ്ഥലത്തും വിട്ടുപോയിട്ടുണ്ടാവും. അവിടെയൊക്കെ ഞാൻ ഇപ്പോൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. ലോക്ക് ചെയ്യുമ്പോൾ ഈ അരികത്തേക്ക് എത്തിക്കാൻ നമുക്ക് ഇത്തിരി പാടായിരിക്കും, സൈഡൊക്കെ കൂട്ടിക്കഴിഞ്ഞാലേ. അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് മാത്രം ചെയ്തിട്ട് കാര്യമില്ല, ലോക്കും കൂടിയും ചെയ്താലാണ് കുറച്ചും കൂടി അതിന് ഈട് കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ ഒന്ന് അടിച്ചിട്ട് നമ്മൾ നല്ല വശത്ത് വെച്ച് ഒരു പുറംകാണിയും കൂടി അടിച്ചാലാണ് ഇത് കുറച്ചുകൂടി ബെറ്ററായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ എല്ലായിടത്തും ഞാൻ ലോക്കും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗമുണ്ട്. ആ ഭാഗത്ത് ഒരു വശത്ത് നല്ല തയ്യൽത്തുമ്പ്, ഒരു വശത്ത് തയ്യൽത്തുമ്പ് കുറവാണ്. പക്ഷേ തയ്യൽത്തുമ്പ് കുറഞ്ഞ ഭാഗത്ത് ഇപ്പോഴേ നൂല് എഴുന്ന് പുറത്തേക്ക് വന്നു തുടങ്ങി. അവിടെ സ്റ്റിച്ചിങ്ങും കൂടി ഇല്ലാത്തൊരവസ്ഥയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അവിടെ അഴിച്ചിട്ട് നമ്മൾ രണ്ടാമത് അടിക്കണം. അങ്ങനെ അടിക്കുമ്പോഴും നമുക്ക് വന്നൊരു അപാകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴുകിയിട്ടൊക്കെ ഉള്ളത് തന്നെ അപ്പോഴത്തേനും ഒന്ന് വലിഞ്ഞിട്ടുണ്ടാകും.
അപ്പോൾ അതിന് മുമ്പ് തന്നെ ഒരു സ്റ്റിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നല്ല വശം കാണിച്ചു തരാം കേട്ടോ. നല്ല വശത്ത് ശരിക്കും അതിൻ്റെ ചുളുക്കറിയാൻ പറ്റുന്നുണ്ട്, അങ്ങനെ വെച്ച് അടിച്ചിട്ട്. ആ ഭാഗം വലിഞ്ഞു പോയി, അത് ഇട്ടിട്ട് വലിഞ്ഞിരിക്കണതാണ്. എന്നിട്ട് അവർ സ്റ്റിച്ച് ചെയ്തിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് അഴിച്ചാലും നമ്മൾ ആ ഭാഗം ലൂസ് കൂടുതൽ, അതായത് വലിഞ്ഞിട്ട് പീസ് വലിഞ്ഞേക്കണതാണ്. അപ്പോൾ അവിടെ ലൂസ് കൂടി. ഇനിയിപ്പോൾ വെച്ചടിച്ചാലും നമ്മൾ വെച്ചടിച്ചാലും അത് അവിടെ ചുളുക്ക് വരും. അതൊക്കെ ഇട്ടതിന് ശേഷം ചെയ്യണത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. ഇതൊക്കെ അതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്ത് ഇടണം കേട്ടോ. ഇതിപ്പോൾ വേറൊരു കുർത്തിയാണ്. ഇതിൻ്റെ ഷോൾഡറും കൈക്കുഴിയൊക്കെ ലോക്ക് ചെയ്താണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ആകെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യോക്ക് പീസ് ഇതാണ്, ജോയിൻ്റാണ്. അപ്പോൾ ആ ഭാഗത്ത് ഇവർ ലോക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ സ്റ്റിച്ച് വിട്ടുപോയാലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. കണ്ടോ, ഇതേപോലെ നൂല് ഇത് ഇവർ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഇത് കാരണം ഇതിങ്ങനെ ഇത്രയും ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് ലോക്ക് ചെയ്തെടുത്താൽ മതി. ഇത് അരിയത്തിൽ കൂടെ ലോക്ക് ചെയ്താൽ അത് കുറച്ചും കൂടി ലൈഫ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്